ഈ കഴിഞ്ഞ ഒരു ISL സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിട്ട ഒരു പൊസിഷനാണ് ഡിഫൻസ് എന്ന് പറയുന്നത്. സോ വരുവാനായിട്ട് പോകുന്ന സീസണിന് മുന്നോടിയായി തന്നെ ഡിഫൻസിൽ കാര്യമായ മാറ്റങ്ങൾ തന്നെ ഉണ്ടാവുമെന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയിൽ നിന്നും, അതായത് മുംബൈ സിറ്റിയുടെ താരമായിട്ട് ഒഡീഷ FC വേണ്ടി ബൂട്ടിടിഞ്ഞുകൊണ്ടിരുന്ന താരമായിട്ടുള്ള അമീർ അണവടെ എന്ന് പറയുന്ന ഇന്ത്യൻ ഡിഫൻഡറിനെ ടീമിലേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടും അതൊരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൽ വളരെയധികം മികവ് നൽകുന്ന ഒരു ഡിസിഷൻ തന്നെയാണ്. സോ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻഡറായിട്ടുള്ള മിലോസ് ഡ്രിൻസിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് വിടുവാനായിട്ടുള്ള സാധ്യതകൾ ഏറെയാണ് എന്നുള്ളത്. കാരണം കഴിഞ്ഞ ഒരു ISL സീസണിലെ മിലോസിൻ്റെ പ്രകടനം വളരെയധികം മോശമേറിയതായിരുന്നു. ISLൻ്റെ 10ാം സീസണിലായിരുന്നു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. നിലവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മിലോസ് ഡ്രിൻസിച്ച് എന്ന് പറയുന്ന ഒരു താരം അദ്ദേഹത്തിൻ്റെ അടുത്ത ഡെസ്റ്റിനേഷനായിട്ട് തായ്ലൻഡിലേക്ക് മൂവ് ചെയ്യുവാനായിട്ട്, തായ് ക്ലബിലേക്ക് മൂവ് ചെയ്യുവാനായിട്ടാണ് നിലവിൽ സാധ്യതകളുള്ളത്. തായ്ലൻഡിൽ അദ്ദേഹത്തിന് ഒരു മികച്ച ഓഫർ ഒരുപക്ഷെ ലഭിക്കുമെന്നാണ് പ്രശസ്ത സ്പോർട്സ് ജേർണലിസ്റ്റായിട്ടുള്ള മാർക്കസ് മഗ്ലവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ ക്വാമെ പെപ്ര ടീം വിട്ടതുപോലെ മിലോസ് ഡ്രിൻസിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം വിടുവാനായിട്ടുള്ള സാധ്യതകൾ നിലവിൽ ഏറിയിരിക്കുകയാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിലോസ് ഡ്രിൻസിച്ചിന് പകരക്കാരനായിട്ട് ഒരു മികച്ച ഡിഫൻഡറിനെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് ടീമിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വരുവാനായിട്ട് പോകുന്ന ട്രാൻസ്ഫർ വിൻഡോയിൽ വളരെയധികം പണിപ്പെടേണ്ടി തന്നെയായിട്ട് വരുമെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാവാനായിട്ട് സാധിക്കുന്നതാണ്. ഉടൻ തന്നെ ട്രാൻസ്ഫർ വിൻഡോ ആരംഭിക്കുന്നതായിരിക്കും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ടൈറ്റ് മത്സരം തന്നെ നേരിടേണ്ടി വരും നല്ലൊരു ഡിഫൻഡറിനെ ടീമിലേക്ക് എത്തിക്കുന്നതിൽ. സോ എത്തിക്കുന്ന ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൽ മികച്ച പഠനം കാഴ്ചവെക്കുവാനായിട്ട് സാധിക്കാൻ പറ്റുന്ന ഒരു താരം തന്നെ ആവട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.